തെരഞ്ഞെടുപ്പ് ഏതാണ്ട് 13 മണിക്കൂറിലേക്ക് നീങ്ങാം. പല സ്ഥാനാർത്ഥി മോഹികളും രംഗത്ത് വരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ പുതിയ വാർത്ത, UDF CP ജോണിന് അനുവദിച്ച സീറ്റ് അത് ശിവകുമാറിന് വേണം എന്ന് അദ്ദേഹം വളരെ ശക്തമായിട്ട് നേതൃത്വത്തിന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു സമരമുഖം തുറന്ന ഒരവസ്ഥയിലെത്തിയിരിക്കുകയാണ്. കാരണം വാർത്ത വരുന്നതിൻ്റെ പിന്നിലെ വാർത്ത ഇതാണ്: ശിവകുമാർ BJPയുമായിട്ട് സംഭാഷണം നടത്തിയിരിക്കുന്നു എന്നാണ്. ഇതെങ്ങനെ മുന്നോട്ട് പോകും, എന്തായിരിക്കും അതിൻ്റെ ഒരു പര്യവസാനം? തീർച്ചയായിട്ടും വളരെ കൗതുകമുള്ളൊരു വാർത്തയായിട്ട് ആളുകൾ കണക്കാക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വാർത്ത വരുന്നത് വടക്കുനിന്നും തെക്കുനിന്നും പൊട്ടിത്തെറി. അത് സുധാകരനുമായിട്ട് സംസാരിച്ച് രമേശ് ചെന്നിത്തല വീണ്ടും സുധാകരൻ വഴങ്ങുന്ന ഒരു ലക്ഷണമില്ല. ഇന്നിപ്പം ഉച്ചയാകുമ്പോഴത്തേന് ഇലക്ഷൻ്റെ തീയതി പ്രഖ്യാപിക്കും. അപ്പം ആദ്യം ഞങ്ങൾ തീരുമാനിക്കും, ആദ്യം ഞങ്ങൾ നേടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 3 പാർട്ടികൾ നിന്നതിനകത്ത് ഇതുവരെയും വ്യക്തത വരുത്തി സ്ഥാനാർത്ഥി നിർണയം ഒരു പാർട്ടികളും പുറത്തു വന്നിട്ടില്ല. അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല നിയമസഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ ഇന്നാളായിരിക്കുമെന്ന് ഉറപ്പുള്ളവർ ഇറങ്ങി പ്രവർത്തനം നടത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരം ഉൾപ്പെടെ പത്തനംതിട്ട ജില്ല ഉൾപ്പെടെ പലതുമുണ്ട്. പക്ഷേ ഇപ്പം ഇതിനകത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരത്ത് ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരം കോൺഗ്രസ്സിന് കിട്ടാക്കനിയായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോഴത്തെ രാഷ്ട്രീയം പരിശോധിക്കും. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കേന്ദ്രമായിരുന്ന തിരുവനന്തപുരം ഇപ്പോൾ കോൺഗ്രസ് 3ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അതിനകത്ത് BJPയും CPMഉം 1ഉം 2ഉം സ്ഥാനങ്ങളിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് നോക്കുമ്പോൾ 3ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന പല മണ്ഡലങ്ങളും ഉണ്ട്. അതിനകത്ത് വട്ടിയൂർക്കാവ് വരുന്നുണ്ട്, ഒരുപക്ഷെ സെൻറ്റർ വരുന്നുണ്ട്, കഴക്കൂട്ടം വരുന്നുണ്ട്, മറ്റ് പല മണ്ഡലങ്ങളും ചിലയിടത്തൊക്കെ ഉണ്ട്. എന്നാലും CPMൻ്റെ ഒരു അപ്രമാദിത്വത്തിലാണ് ഇപ്പം തിരുവനന്തപുരം നിൽക്കുന്നത്. ആ സമയത്താണ് ഈ ഒരവസരം ഒരുപക്ഷെ ഇലക്ഷനകത്ത് ഭയങ്കര മത്സരം വരുന്ന സമയത്ത്, അതായത് കോൺഗ്രസ് ആണോ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരേണ്ടത്, CPM ആണോ അധികാരത്തിൽ വരേണ്ടത്, BJPക്ക് അവരുടേതായ നീക്കങ്ങൾ നടത്തി വേണ്ട വിധത്തിലുള്ള പ്രാതിനിധ്യം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് 3 മുന്നണികളും പരസ്പരം മത്സരിക്കുമ്പോൾ, ആകാംക്ഷയോടുകൂടി ഒരു ഇലക്ഷൻ വരുമ്പോൾ, ഇലക്ഷൻ്റെ അവസാന ഘട്ടത്തിൽ എപ്പോഴും സംഭവിക്കുന്നത് പോലെ കോൺഗ്രസിനകത്ത് തീരാത്ത തർക്കങ്ങൾ. അതിപ്പോൾ പ്രധാനപ്പെട്ട തർക്കമെന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഒന്ന് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തത്, ഞാൻ PS മാസത്തോട് ചർച്ച ചെയ്തതുപോലെ സുധാകരൻ്റെ തർക്കം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് സുധാകരനെ മാറ്റി നിർത്തി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സ്വന്തമായിട്ട് വഴിവെട്ടി വന്ന ഒരു കോൺഗ്രസ്സുകാരൻ, ആരുടെയും ശുപാർശയുള്ള ആളല്ല, പെട്ടി പിടിച്ച ആളല്ല, ആരുടെയും താല്പര്യം കൊണ്ട ആളല്ല. ഒരു പ്രദേശത്ത് ഇല്ലാത്ത ഒരു പാർട്ടി ഉണ്ടാക്കി, ഒരു പ്രദേശത്തൊരു നിയമസഭാ മണ്ഡലം ഉണ്ടാക്കി അവിടെ നിന്ന് ജയിച്ചു വരുന്നു. അവിടെ ഈ പറയുന്ന പാർട്ടി ഗ്രാമങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഈ പറയുന്ന കണ്ണൂർ എന്ന് പറയുന്നിടത്ത് സുധാകരൻ ഉണ്ടാക്കിയെടുത്ത കോൺഗ്രസിൻ്റെ പ്രദേശത്ത് ബാക്കി പാർട്ടിക്കാർക്കും കയറാൻ പറ്റത്തില്ല. അപ്പോൾ സുധാകരൻ നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. ആ സുധാകരൻ പറയുന്നു, എനിക്ക് മത്സരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ പലതും ആലോചിക്കേണ്ടി വരും. നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ ഇടഞ്ഞു നിൽക്കുന്നു. അല്ലെങ്കിൽ ACCയിൽ നിന്ന് വരുന്നത് സുധാകരൻ അങ്ങനെയാണെങ്കിൽ പോകട്ടെ എന്നുള്ളത് പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും ആ രീതിയിൽ. ആ സമയത്താണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രശ്നമുണ്ടാകും. തിരുവനന്തപുരത്ത് സ്ഥിരമായിട്ട് നമ്മൾക്ക് MP ആയിട്ടിരുന്ന, പലവട്ടം മന്ത്രിയായിട്ടിരുന്ന, MLA ആയിട്ടിരുന്ന ശിവകുമാർ ഈ തിരുവനന്തപുരം സെൻറ്ററാണ് മത്സരിക്കാൻ താല്പര്യപ്പെടുന്നത്. ശിവകുമാർ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പരാജയപ്പെടുന്നു. അതിനുശേഷം അപ്രസക്തനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വിജിലൻസ് കേസുകൾ കണ്ടമാനമുണ്ട്. ആ കേസുകളൊക്കെ കഴിഞ്ഞ ദിവസം അതിൻ്റെ തീർപ്പാക്കുന്നു. വീണ്ടും അദ്ദേഹം വരുന്നു, അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാകണം. സെൻട്രൽ കൊടുക്കാൻ പറ്റത്തില്ല. സെൻട്രൽ ഏതാണ്ട് നമുക്കിപ്പം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം വന്നില്ലെങ്കിലും CP ജോൺ ഘടകകക്ഷി കൊടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനുശേഷം അരുവിക്കര, ഈ സെൻട്രൽ മണ്ഡലത്തിന് വേണ്ടി ശിവകുമാറും ഒരുപക്ഷെ കാർത്തികേയൻ്റെ മകനും ഒക്കെ ശ്രമിച്ചിരുന്നതാണ്. അപ്പം ആ കാർത്തികേയൻ്റെ മകൻ ഇപ്പം അയാളുടെ പഴയ മണ്ഡലത്തിലേക്ക് തിരിച്ചു പോകുന്നു, അല്ലെങ്കിൽ അതേ ഉള്ളൂ രക്ഷ എന്ന് കാണുമ്പോൾ അവിടെയും കൊടുക്കാൻ സാധിക്കത്തില്ല. പാറശാലയിലോ ഒരുപക്ഷെ നെയ്യാറ്റിൻകരയോ മത്സരിപ്പിക്കാമെന്ന് വിചാരിക്കുമ്പോൾ കോൺഗ്രസിൽ ഇനിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ വഴി നോക്കും. അതായത് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതിൻ്റെ കൂടെ തന്നെ ഇന്ന് തരൂരിൻ്റെ ഒരു പ്രസ്താവന വരുന്നുണ്ട്. ഇളഞ്ഞ തരൂരിനെ ഹൈക്കമാൻഡ് വിളിച്ച് അനുനയിപ്പിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് കേരളത്തിലുടനീളം ഹൈക്കമാൻഡിൻ്റെ താല്പര്യം, ഒരുപക്ഷെ ACC പ്രസിഡന്റ് താല്പര്യം, രാഹുൽ ഗാന്ധിയുടെ താല്പര്യം, അദ്ദേഹത്തെ പങ്കെടുപ്പിച്ച് മുന്നോട്ട് പോകണം. അദ്ദേഹത്തെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും അദ്ദേഹത്തെ പ്രചരണത്തിന് ഉപയോഗിക്കണം. അദ്ദേഹത്തിൻ്റെ ഇമേജ് കോൺഗ്രസിന് ജയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അത് പിന്തള്ളി പരിഗണിച്ചില്ല. തിരുവനന്തപുരത്തുൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനകത്ത് എന്നെ ഇടപെടുത്തിയിട്ടില്ല, എന്നോട് സംസാരിച്ചിട്ടില്ല, എന്നെ ഒന്നിനും പങ്കെടുപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി കോൺഗ്രസുമായിട്ട് ഇലക്ഷനകത്ത് ഒരു സഹകരണത്തിനും ഇല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ അവസരത്തിൽ തിരുവനന്തപുരത്ത് പല സ്ഥാനാർത്ഥികളെയും തീരുമാനിക്കുന്നതിനകത്ത് BJPക്ക് തീരുമാനമുണ്ട്.
അല്ലെങ്കിൽ ശ്രീലേഖയെ തീരുമാനിച്ചു കൊടുത്തിരിക്കുന്നു. കഴക്കൂട്ടത്ത് വി മുരളീധരൻ മത്സരിക്കുന്നു. നേമത്ത് ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കാൻ നിൽക്കും. ബാക്കിയുള്ളിടത്തെല്ലാം ആശങ്കയിൽ നിൽക്കുമ്പോൾ അവർക്ക് ഇപ്പം ജയിക്കാനുള്ള സാധ്യത ഏറ്റവും പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി തിരുവനന്തപുരം സെൻറ്റർ അവർക്ക് സ്വാധീനമുള്ളതാണ്. ഇപ്പോൾ നമുക്കെല്ലാം പറയുമ്പോൾ ജാതി പറയാൻ പാടില്ല, ഈ നായന്മാരുടെ വോട്ട് ഏറ്റവും കൂടുതൽ ഈ നായന്മാരാണ് തിരുവനന്തപുരത്ത് BJP എന്നൊക്കെ പല ആൾക്കാരും സംസാരിക്കാറുണ്ട്. അപ്പം അവിടെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളൊരു മണ്ഡലം. അവിടത്തേക്ക് BJPയുടെ കാൻഡിഡേറ്റ് ഒരുപക്ഷെ അവിടെ പരിചയമുള്ള, അവിടെ നേരത്തെ MLA ആയിട്ടിരുന്നിട്ടുള്ള, ഇപ്പോഴും നമ്മൾ കേൾക്കുന്നത് ശരിയാണെങ്കിൽ പലരും MLA അല്ലെങ്കിൽ പോലും MLA എന്ന് വിളിക്കുന്ന ശിവകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാൻ ശിവകുമാർ തയ്യാറായാൽ ഇവിടെ BJPയിലെ സ്ഥാനാർത്ഥിയാകും എന്നുള്ള രീതിയിലേക്കുള്ള വർത്തമാനം വരുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിനകത്ത് കൃത്യമായ പൊട്ടിത്തെറി. കഴിഞ്ഞ ദിവസം ഒരു ഇതുപോലെ ചർച്ച വന്നപ്പോൾ പറഞ്ഞതുപോലെ ഔദ്യോഗികമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിയുമ്പോഴത്തേന് 100 കണക്കിന് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനെതിരെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായിട്ടും കോൺഗ്രസിനെ വിട്ട് മറ്റു പല പാർട്ടികളിലേക്കും പോകുന്ന ഒരവസ്ഥയുണ്ടാകും. അത് യാഥാർത്ഥ്യമാകുന്ന ഒരവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. ഏതാണ്ട് കോൺഗ്രസിന് കീറാമുട്ടിയാണ്. അത് വടക്ക് നിന്നും തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും കിഴക്ക് നിന്നും ഒക്കെ പരിശോധിക്കുമ്പോൾ അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്. അല്ല, ഈ ശിവകുമാറിന്റെ കാര്യം അങ്ങനെ ഒരു കീറാമുട്ടി വല്ലാനുള്ള സാധ്യത അല്ല. അതിൽ എനിക്ക് തോന്നുന്നത് നമ്മളിത് ഈ വടക്കുന്ന് തെക്കുന്നൊക്കെ പറയുമ്പോൾ ഒന്ന് കോൺഗ്രസ് ആണ് പാർട്ടി, അതെല്ലായിടത്തും ഉള്ളതാണ്. എല്ലാ കാലത്തും കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയാണ്. അവിടെ പ്രശ്നം നമ്മൾ ഇന്നുവരെ കോൺഗ്രസ് ജയിച്ച ഇലക്ഷനും തോറ്റ ഇലക്ഷനും ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റ് ഇലക്ഷന് കഴിഞ്ഞ തവണ കാര്യമായിട്ട് ഉണ്ടായില്ല. കാരണം മിക്കവാറും അവരുടെ സിറ്റിംഗ് സ്ഥാനാർത്ഥികളെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് ആ പ്രശ്നം ഇല്ലാതിരുന്നത്. സിറ്റിംഗ് സ്ഥാനാർത്ഥി ഇല്ലാതിരുന്ന ഒരു സ്ഥലം തൃശ്ശൂരാണ്. അവിടെ പോവുകയും ചെയ്തു. സിറ്റിംഗ് സ്ഥാനാർത്ഥി മത്സരിക്കാതിരുന്ന ഒരു സ്ഥലം TN പ്രതാപ് മത്സരിച്ചില്ല, അവിടെ BJP ജയിക്കുകയും ചെയ്തു. അപ്പോൾ പ്രശ്നം ഞാൻ അതിനെങ്ങനെ വ്യാപകമായി ഇത് സെഗ്രിഗേറ്റ് ചെയ്ത് കാണുന്നതാണ് എൻ്റെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ. ഇപ്പോൾ വടക്കുള്ള പ്രശ്നം സുധാകരൻ്റെ ലെവലല്ല ശിവകുമാറിന് കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ സെൻട്രൽ സീറ്റിൽ ശിവകുമാറിന് സ്വാധീനം ഉണ്ടാവാം, കോൺഗ്രസ് ഉണ്ടാവാം, ഇതൊക്കെ ഉണ്ടാവാം. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നത് BJPയുമായി ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ പിന്നെ അവിടെ സ്ഥാനാർത്ഥി ആക്കരുത് എന്ന് തന്നെയാണ്. തോറ്റെങ്കിൽ തോറ്റു, ജയിച്ചെങ്കിൽ ജയിച്ചു എന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ ആലോചിക്കേണ്ടത്. കാരണം BJP ആയിട്ട് പോകാൻ പോകുന്നവൻ പൊക്കോട്ടെ, അതിന് എന്താ കുഴപ്പം? അയാൾ BJP ആണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ കേരളത്തിൽ BJPയിലേക്ക് പോയ വലിയൊരു വിഭാഗം നേതാക്കന്മാർ കോൺഗ്രസ് എന്നുള്ള ആളുകളാണ്. അതിനിപ്പോൾ ഒരു അത്ഭുതമില്ല, അത് സ്വാഭാവികമാണ്. കാരണം അങ്ങനെയാണ് വിഭജിക്കാൻ സാധ്യത. ഇപ്പോൾ CPM നിന്നും കുറേശ്ശെ ആളുകൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. CPI ഇപ്പോൾ മുൻ MLA പോയി, CPM പോയി, അതൊക്കെ പോയി. ഇപ്പോൾ പണ്ട് തന്നെ മറ്റേ നമ്മുടെ പഴയ കേന്ദ്രമന്ത്രിയായിരുന്ന അയാൾ CPMൻ്റെ MLA അല്ലായിരുന്നു, LDF MLA ആയിരുന്ന ആൾ പോയിട്ടില്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. ഞാൻ കണക്കാക്കുന്നത് തെരഞ്ഞെടുപ്പിനെ ഇതൊന്നും ബാധിക്കാൻ സാധ്യതയില്ല. തെരഞ്ഞെടുപ്പിൽ വേറെ വിഷയങ്ങളാണ് വരിക എന്നുള്ളതാണ്. ലോക്കൽ പ്രശ്നങ്ങൾ ചില സീറ്റുകളിൽ ബാധിക്കില്ല എന്ന് പറയുന്നില്ല, പക്ഷെ അതിനേക്കാൾ പ്രധാനമായ ഒരു രാഷ്ട്രീയ പ്രശ്നം വരും. ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല സുധാകരൻ്റെ ഒരു സ്റ്റാച്ചർ ശിവകുമാറിന് പാർട്ടിക്കകത്തില്ല, ഒരു സംശയമില്ല. മാത്രമല്ല അങ്ങനെ ഒരുപാട് ആരോപണ വിധേയരും ഈ പറഞ്ഞ കേസിൻ്റെ പുറത്ത് കേസും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അരുവിക്കര അദ്ദേഹത്തിന് ആദ്യം കൊടുക്കാൻ പോയപ്പോൾ ഹൈക്കമാൻഡാണ് പറഞ്ഞത് അരുവിക്കര ശബരിനാഥൻ മത്സരിക്കുന്നതാണ് നല്ലത് എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ എന്തോ കനകോരി എന്താ വെച്ചാൽ അവർ തീരുമാനിക്കുന്നു, കൊടുക്കുന്നു. ശിവകുമാർ പോകുമ്പോൾ സുധാകരൻ പോകുന്ന പോലെയല്ല. സുധാകരൻ പോകുന്നത് ഈ പറഞ്ഞതുപോലെ പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സുധാകരൻ പിണങ്ങുന്നത് ഇതിനേക്കാളൊക്കെ പ്രശ്നമാണ്. ശശി തരൂരിൻ്റെയോ ശിവകുമാറിൻ്റെയോ സ്റ്റേച്ചർ അല്ല സുധാകരനുള്ളത്. കാരണം സംഘടനാപരമായി നേരത്തെ പ്രശാന്ത് പറഞ്ഞ പോലെ പാർട്ടി ഉണ്ടാക്കിയ ആളാണ് സുധാകരൻ. അവിടെ ഉണ്ടാക്കിയില്ലെങ്കിലും പാർട്ടിയെ നിലനിർത്തിയാണ്. പ്രത്യേകിച്ചും CPMൻ്റെ ആ ഒരു ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ BJP മാത്രമേ രക്ഷയുള്ളൂ എന്ന് വന്നൊരു ഘട്ടത്തിലല്ല ഞങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ് അടി ഉണ്ടാക്കാൻ CPMമായിട്ട് നേർക്ക് നിന്ന് അടി ഉണ്ടാക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ആ സുധാകരൻ ഇപ്പോഴും കണ്ണൂർ പിന്തുണയുള്ളത്. സുധാകരൻ ശിവകുമാറിൻ്റെ പോലെ പോവും എന്ന് ഞാൻ ഇപ്പോൾ കണക്കാക്കുന്നില്ല. അങ്ങനെ പോകാനും സാധ്യതയില്ല. സുധാകരൻ പാർട്ടി വിട്ടു പോവില്ല, ഉടക്കുകളൊക്കെ ഉണ്ടാക്കാം. എങ്കിലും സുധാകരൻ്റെ കാര്യം സെറ്റിലാവും എന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ പോകില്ല. ശിവകുമാറിൻ്റെ കാര്യത്തിൽ സെറ്റിലാവാൻ സാധ്യത കുറവാണ്. എന്താ കാര്യമെന്ന് വെച്ചാൽ, ഒന്ന് LDF വിരുദ്ധ വോട്ടാണ് അവിടെ വരുന്നതെങ്കിൽ CP ജോണും ശിവകുമാറും ഇനിയൊരു CPM സ്ഥാനാർത്ഥി അവിടെ CPMൻ്റെ സ്ഥാനാർത്ഥി നിശ്ചയിച്ചിട്ടില്ല എന്നാണ്. കാരണം ആൻ്റണി രാജു ഇപ്പോഴും ഹാങ്ങിങ്ങിലാണ്. കഴിഞ്ഞ ഇലക്ഷന് ജയിക്കണമെങ്കിൽ ശിവകുമാറിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ. കാരണം ശിവകുമാറിന് അത്ര ഹോൾഡുള്ള ആളായിരുന്നെങ്കിൽ ആൻ്റണി രാജുവിനെ പോലെയുള്ള വളരെ ദുർബലൻ, അർത്ഥത്തിൽ ഒരു പാർട്ടി ഒന്നുമില്ലാത്ത ഒരാൾ അവിടെ മത്സരിക്കുകയും അയാളോട് തോൽക്കുകയും ചെയ്ത ആളാണ് ശിവകുമാർ.
ശിവകുമാറിൻ്റെ പോപ്പുലാരിറ്റിയെ സംബന്ധിച്ച് എനിക്ക് വലിയ ഒപ്പൊന്നുമില്ല. ശ്രീശാന്തായിരുന്നു അവിടെ എതിരായിട്ട് മത്സരിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. എന്നിട്ട് ശ്രീശാന്ത് 3ാം സ്ഥാനത്താണ് വന്നത്, ഇയാൾ 2ാം സ്ഥാനത്ത് വന്നു. അത് അവിടുത്തെ ഒരു പ്രത്യേകത. ഈ ഇലക്ഷന് ശിവകുമാർ BJP സ്ഥാനാർത്ഥിയായി വന്നാൽ പോലും അയാൾക്ക് അത്ര വലിയൊരു സപ്പോർട്ട് അവിടെ ഉണ്ടാവാനുള്ളൊരു സാധ്യത കുറവാണ്. കാരണം എന്താ വെച്ചാൽ BJPക്ക് പോകുമ്പോഴുള്ള കോൺഗ്രസ്സുകാരുടെ, ഇപ്പോൾ ബാക്കി കോൺഗ്രസ്സിൽ അവശേഷിക്കുന്ന ആളുകൾ അധികം പേരും BJPയിൽ ഒരു ഗതിയും പോകാൻ പറ്റാതെ നിൽക്കുന്നവരാണ്. അല്ലെങ്കിൽ BJP വിരുദ്ധരായി ബാക്കിയുള്ളവരെ കോൺഗ്രസ്സിലുള്ളൂ തിരുവനന്തപുരത്ത്. ബാക്കി BJP പോകാവുന്നവരൊക്കെ ആദ്യമേ പോയി ഒരുപാട് പേര് പോയി കഴിഞ്ഞു. ഇനി BJP പോവില്ല എന്ന് തീരുമാനിച്ച കുറേ ആളുകളാണ് അവിടെ നിൽക്കണേ. ശിവകുമാറിൻ്റെ വ്യക്തിപരമായ വോട്ട് കൊണ്ട് BJPക്ക് തിരുവനന്തപുരം ജയിക്കാൻ പറ്റും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. CPMൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. CPM ആണോ സ്ഥാനാർത്ഥി നിർത്തുന്നതെങ്കിൽ ഇക്വേഷൻ മാറും. വീണ്ടും ആന്റണി രാജു വരുമെന്നറിയില്ല, അയാൾ എന്തോ സ്റ്റേക്കൊക്കെ ട്രൈ ഉണ്ട്, അയാൾ കിട്ടിയാൽ അയാളിന് വരുമെന്നറിയില്ല, അയാൾക്ക് കൊടുക്കണം. അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി ആ സീറ്റിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അങ്ങനെയൊക്കെ എന്ത് ഫോർമുലയോടെ വരിക എന്നറിയില്ല. അതുകൊണ്ട് CP ജോണിനെ പോലെ ഒരു സ്ഥാനാർത്ഥി ഞാൻ കണക്കാക്കുന്നത് തിരുവനന്തപുരത്ത് ഈ തീർത്തും വർഗീയമല്ലാത്ത കുറേ വോട്ടുണ്ട് തിരുവനന്തപുരത്ത്. അതുകൊണ്ടാണ് ശശി തരൂരിന് ഇപ്പോഴും കുറേ വോട്ട് അവിടെ കിട്ടണത്. ശശി തരൂരിൻ്റെ വോട്ട് മാത്രമല്ല ഞാൻ ഇപ്പോഴും കിട്ടുന്നത്. ആ അർത്ഥത്തിൽ CP ജോൺ നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയാണ്. അവിടെ നല്ലൊരു ത്രികോണ മത്സരം അവിടെ നടക്കും. ജയിക്കുന്നത് അവസാനം ആരാവും എന്നുള്ളത് നമുക്ക് വോട്ട് എണ്ണി കഴിഞ്ഞിട്ടേ പറയാൻ പറ്റൂ. അതുകൊണ്ട് ശിവകുമാറിനോട് സുധാകരനോട് കാണിക്കുന്ന സൗജന്യം ഹൈക്കമാൻഡ് കാണിക്കാൻ വഴിയില്ല. CP ജോണിനെ മാറ്റിക്കൊണ്ട് ശിവകുമാറിനെ അവിടെ കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശിവകുമാറിന് പോണെങ്കിൽ പോവാം എന്ന് തന്നെയായിരിക്കും നിലപാടെന്നാണ് ഹൈക്കമാൻഡ്. അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ശിവകുമാർ അടങ്ങിയിരിക്കണം, അല്ലെങ്കിൽ ശിവകുമാർ BJPക്കാരനാണ്. ഇതെല്ലാം ഉണ്ടാവുള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ. ഒന്നിൽ BJPക്കാരനായിട്ട് അയക്ക് വേണമെങ്കിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാം. അപ്പോൾ എത്രത്തോളം അയക്ക് അവിടെ പിന്തുണ കിട്ടും? BJPക്കാരനായക്ക് വോട്ട് ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. അതിന് എനിക്കും സംശയങ്ങളുണ്ട്. കാരണം ഇതൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഇതെല്ലാവരും ഇപ്പോൾ ഒരു BJPക്കാരൻ, CPMകാരൻ, കോൺഗ്രസ്സുകാരൻ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അവൻ കോൺഗ്രസ്സുകാരൻ മാത്രമല്ല, അവൻ BJPക്കാരൻ മാത്രമല്ല, CPMകാരൻ പോലും ഇപ്പോൾ അങ്ങനെയല്ല. പഴയ പോലെ CPM എന്ന് പറഞ്ഞാൽ CPMന് മാത്രം വോട്ട് ചെയ്യും അങ്ങനെ ചെയ്യുന്ന ആളൊന്നുമല്ല. തിരുവനന്തപുരത്ത് വേറെ തരം ക്രൗഡാണ് തിരുവനന്തപുരം സെൻട്രൽ എന്ന് ഞാൻ പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ CP ജോൺ ഉദാഹരണത്തിന് ഒറ്റ കാര്യം പറയാം. ഈ UDF മന്ത്രിസഭ വന്നാൽ CP ജോൺ ഒരു മന്ത്രിയാവും എന്ന് വന്നാൽ ഇപ്പോൾ BJPക്കാരൻ മന്ത്രിയാവില്ല, CPMകാരൻ മന്ത്രിയാവില്ല. തിരുവനന്തപുരംകാരൻ അങ്ങനെ ആലോചിക്കും. എന്നാൽ CP ജോൺ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആളുണ്ടാവും. ഇയാൾ മാന്യനാണ്. എല്ലാ സ്ഥലത്തും ആ ഒരു സാധ്യത, ആ ഒരു സാധ്യതകൾ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മന്ത്രിയാവാൻ സാധ്യതയുള്ള ആളുകൾക്ക് ഒരു എഡ്ജ് ഉണ്ട്. അത് മാത്രമല്ല CP ജോൺ എത്ര കാലമായി പല സ്ഥലത്തും മത്സരിക്കുന്നു. CP ജോണിന് ഇപ്പോൾ വിജയിക്കാനായിട്ടുള്ള ഒരു നല്ല സാധ്യതയാണ് ഈ തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ നിന്ന് എനിക്ക് തോന്നുന്നു. ഒരു മിഡിൽ ക്ലാസ് പ്രശാന്ത് എന്ന് പറഞ്ഞാൽ വല്ല പറയാം. തിരുവനന്തപുരം സെൻട്രലിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുമ്പം തിരുവനന്തപുരം സെൻട്രലിൽ ഇപ്പം ഈ ജെട്ടി മന്ത്രി തിരിച്ചു വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്റ്റേ കിട്ടി തിരിച്ചു വരുവാണെങ്കിൽ അവിടെയും ദുർബലമായിട്ടുള്ള ഒരു ഘടകകക്ഷിയാണ് CPM. അതിനകത്ത് നമ്മൾ എപ്പോഴും നോക്കണം, ഇപ്പുറത്തും ഘടകകക്ഷിയല്ല. പിന്നെ BJP എന്ന് പറയുന്നവർ വരും, മനസ്സിലാവുന്നുണ്ട്. ഇതിനകത്ത് വ്യക്തിപരമായിട്ട് നമുക്ക് അടുത്തറിയാൻ പറ്റുന്ന ആൾ ജയിച്ചു വന്നാൽ അല്ലെങ്കിൽ പാർലമെന്റിൽ ഉണ്ടാവേണ്ട ഒരാളാണ് CP. പക്ഷെ അത് ജനത്തിൻ്റെ ഇടയ്ക്ക് എത്രത്തോളം വർക്കൗട്ട് ആകും എന്നുള്ളതാണ്. ഏതായാലും അവിടെ BJPക്കും സാന്നിധ്യമുണ്ട്. അപ്പം മത്സരം ഈ രണ്ട് ഘടകകക്ഷികൾ, UDF-ന്റെ ഘടകകക്ഷികൾ BJPയുടെ മത്സരിക്കുമ്പോൾ മത്സരം കഴിഞ്ഞ് പറയാം ത്രികോണ മത്സര സാധ്യതയാണ് എന്തായാലും. തിരുവനന്തപുരത്ത് മിക്ക മണ്ഡലങ്ങളിലും ത്രികോണ മത്സരത്തിനാണല്ലോ സാധ്യതയുള്ളത്. അതാണ്, തിരുവനന്തപുരം ആണ് ഈ ത്രികോണ മത്സരത്തിന്റെ കേന്ദ്രം, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളായി വരാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.